പരിശുദ്ധ അമ്മയാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. പരിശുദ്ധ അമ്മയാണ് എൻ്റെ ജീവിതത്തെ വഴി നയിക്കുന്നത്. എന്നെ വഴി നടത്തുന്ന പരിശുദ്ധ അമ്മയെ ഞാൻ എന്നും അറിയുന്നു. പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കുന്ന ജീവിതങ്ങളെ അമ്മ രൂപപ്പെടുത്തുന്ന അനുഭവങ്ങൾ നിരവധിയാണ്. അമ്മയോട് ചേർന്ന് ജീവിക്കുമ്പോൾ ഈശോയിലേക്ക് നടക്കാനുള്ള വഴി അമ്മ തന്നെ നമ്മെ പഠിപ്പിച്ചു തരും. എൻ്റെ പേര് മരിയാസ് ക്രിസ്റ്റഫർ. ആലപ്പുഴ ജില്ലയിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാനൊരു എൻജിനീയറാണ്. അപ്പനും അമ്മയും 2 സഹോദരനും 1 സഹോദരിയും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ആലപ്പുഴ രൂപതയിലെ സെയിൻറ്റ് പോൾസ് കാളാത്താണ് എൻ്റെ ഇടവക. കഴിഞ്ഞ 9 വർഷമായി ഞാൻ യേശുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്തു വരുന്നു. ആലപ്പുഴ രൂപതയിലെ കരിസ്മാറ്റിക് ഡയറക്ടറായ ഫാദർ എഡ്വേർഡ് പുത്തൻപുരയ്ക്കൽ അച്ഛൻ്റെ കൂടെ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നു. അച്ഛൻ്റെ കൂടെ ധ്യാനങ്ങളും മറ്റ് കൗൺസിലിംഗ് ശുശ്രൂഷകളും ഞാൻ ചെയ്തു വരുന്നു. മുൻപേ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ എൻ്റെ പേര് മരിയാസ് ക്രിസ്റ്റഫർ എന്ന് ഞാൻ ഓർക്കുമ്പോൾ അമ്മ എൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്ന കാര്യങ്ങൾ ഞാനിതാ ഓർക്കുന്നു. പഠനത്തിൻ്റെ കാലഘട്ടങ്ങളിൽ യേശുവിനെ അറിയാതെ യുവത്വത്തിൻ്റെ ചോരത്തളപ്പിൽ ദുശീലങ്ങളിലേക്ക് ഞാൻ പല പ്രാവശ്യം വഴുതി വീണുപോയി. എന്നാൽ അക്രൈസ്തവരായിരുന്നെങ്കിലും എൻ്റെ മാതാപിതാക്കൾ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ മുന്നിട്ട് നിന്നിരുന്നു. എൻ്റെ ഭവനത്തിൻ്റെ അടുത്തുള്ള പള്ളിയിലെ കപ്പേളകളിൽ നിത്യവും അവർ മാതാവിനെ തിരിതെളിക്കുവാനായിട്ട് പോകുമായിരുന്നു. അവരുടെ ആ ഭക്തിയിൽ ഞാനും പങ്കുചേർന്നിരുന്നു. അനുദിനം അവർ മാതാവിൻ്റെ അടുക്ക സന്നിധിയിലേക്ക് പോകുമ്പോൾ പല പ്രാവശ്യം എന്നെയും കൂട്ടിക്കൊണ്ടുപോയിരുന്നു. മാതാവിനോടുള്ള ഭക്തി ചെറുപ്പം മുതലേ തന്നെ അവരെന്നെ പരിശീലിപ്പിച്ചിരുന്നു. എന്നാൽ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന വേളകളിൽ പലപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന അവസരങ്ങളിൽ ശരിക്കും മാതാവിനോടുള്ള ഭക്തി കൊണ്ടല്ല ഞാൻ പോയിരുന്നത്. ആ സമയങ്ങളിൽ ദുശീലങ്ങൾ, സിഗരറ്റ് വലിക്കുവാനും മറ്റുമൊക്കെ സമയം കണ്ടെത്താമല്ലോ എന്നുള്ള ആ വിചാരത്തിലായിരുന്നു ഞാൻ പോയിരുന്നത്. അങ്ങനെ ദുശീലങ്ങൾ മൂലം ഞാൻ രോഗ അവസ്ഥയിലേക്ക് കടന്നു വന്നു. എൻ്റെ ശരീരത്തിൽ ബ്ലഡിൻ്റെ അളവ്, അതായത് ഹീമോഗ്ലോബിൻ്റെ അളവ് ക്രമേണ കൂടുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വന്നു. നരമ്പുകൾ വീർക്കുകയും ആയാസമായ ജോലികൾ ചെയ്യുമ്പോൾ പല പ്രാവശ്യം തലകറങ്ങി താഴെ വീഴുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ കടന്നു വന്നു. എന്നാൽ പഠനത്തിൻ്റെ മേഖലകളിൽ അത് ഭംഗം സൃഷ്ടിച്ചപ്പോൾ എൻ്റെ അമ്മ അല്ലെങ്കിൽ മാതാപിതാക്കൾ അവരെല്ലാവരും വിഷമഘട്ടങ്ങളിലേക്ക് വഴുതി വീണു. അമ്മയുടെ പ്രാർത്ഥന പലപ്പോഴും മാതാവിൻ്റെ സന്നിധിയിൽ അമ്മ ഉയർത്തിയിരുന്നു. എൻ്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമേ എന്ന് പല പ്രാവശ്യം അമ്മ പ്രാർത്ഥിച്ചിരുന്നു. പല ബ്രദർമാരെയും കണ്ട് അമ്മ ഈ ഒരവസ്ഥ പറഞ്ഞപ്പോൾ ഒരു സഹോദരൻ, അവിടെ പ്രാർത്ഥിക്കാൻ വരുന്നൊരു സഹോദരൻ ഇങ്ങനെ അമ്മയോട് പറഞ്ഞു, എന്നെ ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിൽ വിടുക, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ എൻ്റെ അസുഖത്തിന് മാറ്റമുണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ നിർദ്ദേശപ്രകാരം ഞാൻ ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനിക്കുവാനായിട്ട് പോയി. എന്നാൽ ഒരു ഉത്സവത്തിന് പോകുന്ന ഒരു ലാഘവത്തോടുകൂടെയാണ് ഞാൻ ധ്യാനത്തിന് പോയത്. അവിടെ ഉത്സവം സമയത്ത് കടകളിൽ കയറി നടക്കാം എന്നൊക്കെയുള്ള ആ മനോഭാവത്തിലാണ് ഞാൻ ധ്യാനത്തിന് പോയത്. എന്നാൽ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് അതുപോലെയൊന്നുമല്ല. അവിടെ പ്രാർത്ഥനയും അങ്ങനെ ഒരുപാട് സമയങ്ങളിൽ യേശുവിൻ്റെ മുമ്പിലൊക്കെ ഇരിക്കണമെന്നൊക്കെയുള്ള അവർ പറഞ്ഞപ്പോൾ എനിക്കതൊന്നും സ്വീകരിക്കാൻ പറ്റിയിരുന്നില്ല. ഞാൻ പല പ്രാവശ്യം അവിടെ നിന്ന് പോകണമെന്നൊക്കെ വാശി പിടിക്കുകയും നിർബന്ധം പിടിക്കുകയും ചെയ്തു. എന്നാൽ അവർ ആരും എന്നെ പുറത്തേക്ക് വിടുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് പോകാൻ അനുവദിക്കുകയോ ഒന്നും ചെയ്തില്ല. അവസാനം ഞാൻ അവിടെ തന്നെ ധ്യാനിക്കാനായിട്ട് തന്നെ ഞാൻ അവിടെ ഇരുന്നു. ആദ്യത്തെ 3 ദിവസങ്ങളിൽ ഞാൻ ഏറ്റവും പിറകിലിരുന്ന് ഉറങ്ങുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ അവിടുത്തെ ശുശ്രൂഷകളുടെ നിർദ്ദേശപ്രകാരം ഏറ്റവും മുമ്പിലത്തെ സീറ്റിൽ തന്നെ അവരെന്നെ പിടിച്ചിരുത്തി. മനസ്സില്ലാ മനസ്സോടെ വെറുപ്പോടെ അവരനുസരിക്കേണ്ട പല അവസരങ്ങളിലും അവർ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ ആ മുമ്പിലത്തെ സീറ്റിൽ തന്നെ ഇരുന്ന് ഉറങ്ങുകയായിരുന്നു. അപ്പോൾ ആരാധനയുടെ സമയമെത്തി. ജോബച്ചൻ പറഞ്ഞു, എല്ലാവരും പരിശുദ്ധ കുർബാനയെ നോക്കുക. അങ്ങനെ ഞാൻ പരിശുദ്ധ കുർബാനയിൽ നോക്കിയപ്പോൾ ഞാൻ അവിടെ കാണുന്നത് തിരുവോസ്തിയിൽ യേശുവിൻ്റെ മുഖമാണ്. യേശുവിൻ്റെ മുഖം എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാനാണ് സത്യദൈവം, എനിക്ക് നിൻ്റെ ഉള്ളിൽ വരണം.
ഇത് ഞാൻ കേട്ടതും ഞാൻ എന്താണ് കാണുന്നതെന്ന് വിസ്മയിച്ചു. ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് എൻ്റെ തലയിൽ എന്തോ വന്ന് ആരോ സ്പർശിക്കുന്നതായി ഞാൻ കണ്ടു. ഞാൻ അവിടെ ബോധം കെട്ട് താഴെ വീഴുകയായിരുന്നു. എൻ്റെ ശരീരത്തിൽ നിന്നും എന്തൊക്കെയോ ഇറങ്ങിപ്പോവുകയും എന്തൊക്കെയോ വന്ന് കയറുന്നതായിട്ടും എനിക്ക് അനുഭവപ്പെട്ടു. ഞാനപ്പോൾ ആ ബോധത്തിൽ നിന്നും ഉണർന്നപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവം യേശുവാണെന്ന് എൻ്റെ മനസ്സിൽ അടിയുറച്ച ആ വിശ്വാസത്തിലേക്ക് ഞാൻ കടന്നു വന്നു. പിന്നീട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, യേശുവേ, നീ എന്നെ രക്ഷിക്കണമേ, എന്നെ നിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കണമേ, നീ എൻ്റെ ഉള്ളിൽ വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ രാത്രിയിൽ എനിക്ക് ഉറങ്ങാനേ സാധിച്ചില്ല. മറിഞ്ഞും തിരിഞ്ഞും ഒക്കെ ഞാൻ കിടന്നു. രാവിലെ എങ്ങനെയൊക്കെയോ ഞാൻ ഓടി എഴുന്നേറ്റ് പരിശുദ്ധ അമ്മയുടെ ഗ്രോട്ടോയിൽ പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ഓടി. ഞാൻ അവിടെ ചെന്ന് അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തി ആദ്യമായി പ്രാർത്ഥനാ മനസ്സോടെ ജപമാല കയ്യിലെടുത്തു. ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, അമ്മേ, ഇന്നലെ ഞാൻ കണ്ടത് എന്താണ്? ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഉടനെ ഞാൻ അവിടെ കണ്ടത് പരിശുദ്ധ അമ്മ എന്നെ നോക്കി ചിരിക്കുന്നതാണ്. അത് കണ്ടതും ഞാൻ പെട്ടെന്ന് വിസ്മയിച്ചു. ആ 2 ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയെയും യേശുവിനെയും എനിക്ക് കിട്ടി. അങ്ങനെ ഒരമ്മയെയും ഒരു മകനെയും എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്വീകരിച്ചു. ഈ വിശ്വാസത്തോടുകൂടെ അന്നത്തെ ദിവസം പ്രാർത്ഥനയിൽ മുഴുകവേ കുർബാന സമയത്ത് ഞാൻ കാണുകയാണ്, ജോബച്ചൻ അവിടെ പ്രസംഗിക്കാൻ വന്നപ്പോൾ ജോബച്ചൻ്റെ സ്ഥാനത്ത് യേശു അവിടെ നിന്ന് പ്രസംഗിക്കുന്നു. ആ 1 മണിക്കൂർ യേശു അവിടെ നിന്ന് പ്രസംഗിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. ഞാൻ കണ്ട യേശുവിനെ ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് തള്ളിക്കളയാൻ ഞാൻ തയ്യാറായിരുന്നില്ല. പലപ്പോഴും ഞാൻ യേശുവിനോട് പറഞ്ഞു, യേശുവെ, അങ്ങയെ സ്വീകരിക്കുവാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞാൻ എന്നെ ധ്യാനത്തിന് വിട്ട ആ സഹോദരനെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്തു. ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, എനിക്ക് മാമോദിസ സ്വീകരിക്കണമെന്ന്. ആ സഹോദരൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്ക്, ജപമാല ചൊല്ലി പ്രാർത്ഥിക്ക്. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ നിൻ്റെ ആഗ്രഹം പരിശുദ്ധ അമ്മ സാധിച്ചു തരും. ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, എനിക്ക് ജപമാല ചൊല്ലാൻ അറിയുകയില്ല. ആ സഹോദരൻ തൻ്റെ ഭവനത്തിൽ വരുവാൻ എന്നോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ആ ചേട്ടൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ ആ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. ആ ചേട്ടൻ എന്നോട് ജപമാല ചൊല്ലുന്നത് എങ്ങനെയെന്ന് എന്നെ പഠിപ്പിച്ചു. ആ ചേട്ടൻ പറഞ്ഞു, ജപമാല നീ കയ്യിലെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ച് നീ യേശുവിൻ്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. പരിശുദ്ധ അമ്മ നിന്നെ യേശുവിലേക്ക് അടുപ്പിക്കുമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു തന്നു. പരിശുദ്ധ അമ്മയെ നിൻ്റെ മാതാവായി നീ നിൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കണമെന്നും പരിശുദ്ധ അമ്മയെ നീ സ്വീകരിച്ചാൽ അമ്മ നിന്നെ സ്വർഗത്തിലെത്തിക്കുമെന്നും ആ സഹോദരൻ എന്നോട് പറഞ്ഞു. ആ സഹോദരൻ്റെ ആ വാക്ക് എന്നെ അത്യധികമായി പ്രചോദിപ്പിച്ചു. പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിക്കുവാനായിട്ട് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ജപമാല ചൊല്ലുവാൻ പഠിച്ച ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് തീരുമാനിച്ചു. നാം പരിശുദ്ധ അമ്മയോട് ജപമാല വഴി എന്ത് ചോദിച്ചാലും ഈശോ സാധിച്ചു തരുമെന്നുള്ള ആ വലിയ തിരിച്ചറിവ് എനിക്ക് എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ അമ്മയുടെ നാമം ഞാൻ സ്വീകരിച്ചു. അമ്മയുടെ മകനായ ക്രിസ്റ്റഫർ, അതായത് മരിയയുടെ ക്രിസ്റ്റഫർ എന്ന് വരുവാൻ വേണ്ടിയാണ് ഞാൻ മരിയാസ് ക്രിസ്റ്റഫർ എന്ന് പേരിട്ടത്. എൻ്റെ ജീവിതത്തിൽ പല പ്രാവശ്യം പരിശുദ്ധ അമ്മയുടെ സഹായം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ വിശുദ്ധീകരണവും മാതാപിതാക്കൾ സഹോദരങ്ങളും യേശുവിലേക്കുള്ള കടന്നുവരവുമാണ്. അതിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ യേശുവിനെ അറിഞ്ഞതുപോലെ എൻ്റെ മാതാപിതാക്കളും എൻ്റെ സഹോദരങ്ങളും യേശുവിനെ അറിയണമെന്ന്. എന്നെ വിശ്വാസത്തിലേക്ക് എതിർത്ത, ഞാൻ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ എതിർത്ത അവരും വിശ്വാസത്തിലേക്ക് കടന്നു വരണമെന്ന് പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. വർഷങ്ങൾ ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ 9 വർഷത്തിന് ശേഷം ആദ്യമായി ഞാൻ കണ്ടു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയാൽ അവരും വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. അവർ യേശുവിലേക്ക് കടന്നു വരികയും എൻ്റെ കൂടെ ധ്യാനങ്ങളിൽ പങ്കെടുക്കുകയും യേശുവിന് വേണ്ടിയിട്ട് ജീവിക്കണമെന്നുള്ള ആഗ്രഹം എന്നോട് പ്രകടിപ്പിക്കുകയും ചെയ്തു. എൻ്റെ ജീവിതത്തിൻ്റെ പല വേളകളിൽ പരിശുദ്ധ അമ്മയുടെ സഹായം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ മറ്റൊന്ന് എൻ്റെ ജോലി ലഭിച്ചതിൻ്റെ പരിശുദ്ധ അമ്മ ചെയ്ത സഹായമാണ്. പഠിച്ചു കഴിഞ്ഞിട്ടും വളരെ നാളുകൾ ജോലിയില്ലാതെ ഞാൻ വീട്ടിൽ തന്നെ നിന്നു. പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ, എനിക്ക് നല്ലൊരു ജോലി തരണം,
മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കാതെ ജീവിക്കാൻ പറ്റുന്ന നല്ല ജോലി തന്നെ തരണമെന്ന് പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു. യേശുവിന് സാക്ഷ്യം വഹിക്കുന്ന ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിക്കരുതെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അങ്ങനെ ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എനിക്ക് ആക്സിസ് ബാങ്കിൽ നല്ലൊരു ഉദ്യോഗസ്ഥനായി തന്നെ ജോലി ലഭിക്കുകയും ചെയ്തു. ഒരിക്കൽ പരിശുദ്ധ അമ്മ എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു പ്രചോദനം തന്നു. യേശുവിന് വേണ്ടി നീ വേല ചെയ്യണം, യേശുവിന് വേണ്ടി നീ ജീവിക്കണം. അങ്ങനെ വളരെ കാലം ഞാൻ ഇത് പ്രാർത്ഥനയിൽ വെച്ചു. പരിശുദ്ധ അമ്മ തന്ന ഈ പ്രചോദനം ഞാൻ എൻ്റെ ആത്മീയ പിതാവിനോട് പറയുകയും ആത്മീയ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്ത് മുഴുവൻ സമയം വേലക്കായി ഞാൻ യേശുവിന് വേണ്ടി ഇറങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ ആഗ്രഹം എൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ അവരെല്ലാവരും എന്നെ എതിർക്കുകയും ഒരിക്കലും നീ ഇത് ചെയ്യരുത്, നീ ചെയ്യുന്നത് മണ്ടത്തരമാണെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഉള്ളിൽ പരിശുദ്ധ അമ്മ തന്ന ഈ വലിയ ആഗ്രഹത്തെ ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ അമ്മ വഴി സമർപ്പിച്ച് അനുദിനം ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു. ആ അവസരത്തിൽ എനിക്ക് ഫിയാത്ത് മിഷനിൽ നിന്നും ഒരു അവസരം ലഭിച്ചു. ആഫ്രിക്കൻ രാജ്യമായ കെനിയയിൽ പോയി ശുശ്രൂഷ ചെയ്യുവാനും അവിടെ CMI അച്ഛന്മാരുടെ ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുവാനും എനിക്ക് അവസരം ലഭിച്ചു. ആ അവസരത്തിൽ ഞാനും ഫാദർ ജോയ് കൂടെ ഒരുമിച്ച് പ്രാർത്ഥന അവിടെ ആരംഭിച്ചു. ആ പള്ളിയിൽ ആ ധ്യാനകേന്ദ്രത്തിൽ 2-3 പേർ മാത്രമായിരുന്നു പരിശുദ്ധ കുർബാനയ്ക്കും ദൈവിക ആരാധനകൾക്കൊക്കെ വരുന്നത്. അവിടെ പ്രാർത്ഥിച്ച് ധാരാളം ആളുകൾ അവിടെ വരുവാൻ ഉള്ള നിയോഗത്താലാണ് ഞാൻ ഫിയാത്ത് മിഷനാൽ അവിടെ എത്തപ്പെട്ടത്. അങ്ങനെ ഞാനും ഫാദർ ജോയിയും കൂടെ അവിടെ പ്രാർത്ഥന ആരംഭിച്ചു. പരിശുദ്ധ അമ്മയുടെ വലിയ സഹായം ഞങ്ങൾക്കവിടെ കാണുവാനിടയായി. അനുദിനം ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയും ധാരാളം ആളുകൾ അവിടെ കടന്നു വരികയും പ്രാർത്ഥിക്കുവാനും കുമ്പസാരിക്കുവാനും അതുപോലെ യേശുവിനെ സ്വീകരിക്കുവാനും കടന്നു വരുന്നതായി ഞങ്ങൾ ദർശിച്ചു. അങ്ങനെ ജപമാലയുടെ ശക്തി വീണ്ടും ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങൾ അവിടെ ജപമാലയുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു ഗ്രൂപ്പ് തന്നെ തുടങ്ങി. ദിവസവും 4-5 പേർ ഒരുമിച്ചിരുന്ന് മുട്ടുകുത്തി പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ വേണ്ടി തുടങ്ങി. അമ്മേ ധാരാളം ആളുകളെ ഈ ധ്യാനകേന്ദ്രത്തിലോട്ട് കൊണ്ടുവരികയും യേശുവിനെ അറിയുവാനായിട്ട് അല്ലെങ്കിൽ കർത്താവിൻ്റെ കൂദാശകൾ സ്വീകരിക്കുവാനായിട്ടുള്ള ഭാഗ്യം അവർക്ക് ലഭിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവസാനം 3 മാസക്കാലം ഞങ്ങളവിടെ ഈ പ്രാർത്ഥന തുടർന്നപ്പോൾ ഞങ്ങൾ കണ്ടത് 450ഓളം പേർ അവിടെ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരികയും ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കുകയും അനേകർ യേശുവിലേക്ക് അടുക്കുന്നതായിട്ട് കാണുവാനായിട്ട് ദർശിച്ചു. അങ്ങനെ ആ മിഷൻ അവിടെ പൂർത്തിയാക്കി ഞാൻ വീണ്ടും കേരളത്തിലേക്ക് തിരിച്ചു വന്നു. അവിടെ വന്ന് എൻ്റെ ആഗ്രഹം ഇനി യേശുവിന് വേണ്ടി മുഴുവൻ സമയം കർത്താവിന് വേണ്ടി വേല ചെയ്യണമെന്നുള്ള എൻ്റെ ആഗ്രഹം ആത്മീയ പിതാവിനോട് ഞാൻ സമർപ്പിച്ചു. എന്നാൽ ആത്മീയ പിതാവിനോട് പറഞ്ഞു, നീ കുറച്ച് നാളും കൂടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരിക്ക്, പ്രാർത്ഥിക്ക്. ദൈവം എന്താണോ പ്രചോദിപ്പിക്കുന്നത് അതെന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നിൻ്റെ വിളി എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നീ മുന്നോട്ട് പോകുവാനായിട്ട് എന്നെ ആത്മീയ പിതാവ് പ്രചോദിപ്പിച്ചു. അങ്ങനെ ഞാൻ 3 മാസക്കാലം പ്രാർത്ഥനയിലിരുന്നു. പരിശുദ്ധ അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മേ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. ആ അവസരത്തിൽ പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞു, നിൻ്റെ ആഗ്രഹം ഞാൻ നിനക്കൊരു പ്രത്യേകമായിട്ടുള്ളൊരു വരം തന്നിട്ടുണ്ട്. ഈ വരത്തിനനുസൃതമായി നിൻ്റെ ധ്യാനങ്ങൾ മുന്നോട്ട് പോകണം. അതിന് ഞാൻ അച്ഛനെ ഒരുക്കിയിട്ടുണ്ട് എന്നെനിക്ക് എൻ്റെ മനസ്സിൽ പരിശുദ്ധ അമ്മ പ്രചോദിപ്പിച്ചു. അതനുസരിച്ച് ഞാൻ അച്ഛനെ പോയി കണ്ട് പറഞ്ഞു, അച്ഛാ ഇന്ന പോലെ ഒരു പ്രത്യേകമായ വരം കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയാലെ എനിക്ക് ആ വരം ലഭിച്ചിട്ടുണ്ട്. ആ വരത്തിലൂടെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അച്ഛൻ ആ വരത്തെക്കുറിച്ച് പഠിക്കുകയും പിതാവുമായിട്ട് സംസാരിക്കുകയും അങ്ങനെ ആ വരദാനം ഉപയോഗിച്ച് ധ്യാനം ചെയ്യുവാനുള്ള അനുവാദം എനിക്ക് ലഭിക്കുകയും ചെയ്തു. കെനിയിൽ നിന്നും വന്നതിന് ശേഷം ഫാദർ എഡ്വേർഡ് പുത്തമ്പരക്കൽ അച്ഛൻ എൻ്റെ ആത്മീയ പിതാവാണ്. അച്ഛനോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ആരംഭിച്ചു. അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം അച്ഛൻ്റെ തണലിൽ നിന്നുകൊണ്ട് ശുശ്രൂഷകൾ മുന്നോട്ട് പോയി. വചനപ്രഘോഷണ രംഗത്തും കൗൺസിലിംഗ് രംഗത്തും പരിശുദ്ധ അമ്മയുടെ സഹായം ഞാൻ വളരെയേറെ അനുഭവിക്കുവാനായിട്ട് ഇടയായി. പല അവസരങ്ങളിലും പരിശുദ്ധ അമ്മയോടുള്ള എൻ്റെ പ്രാർത്ഥന, ജപമാല പ്രാർത്ഥന വഴി അനേകം അനുഗ്രഹങ്ങൾ ലഭിക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും എന്നെ സഹായിച്ചു.
പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അനേകം മക്കൾക്ക് അവരുടെ അമ്മയുടെ സഹായം അനേകം മക്കളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനൊക്കെ അമ്മ അനുഗ്രഹിക്കുകയും അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ കെനിയയിൽ നിന്നും ലഭിച്ച പ്രത്യേകമാം വരം ഉപയോഗിച്ചുള്ള കർത്താവിൻ്റെ സ്വാതന്ത്ര്യം അനേകം മക്കളിലേക്ക് എത്തിക്കുന്ന ആ വലിയ ശുശ്രൂഷ ചെയ്യുവാനായിട്ടുള്ള ആ വലിയ ആഗ്രഹങ്ങൾ എൻ്റെ ആത്മീയ പിതാവിനോട് ഞാൻ പറയുകയും അങ്ങനെ ആത്മീയ പിതാവ് ഞങ്ങളുടെ രൂപതയുടെ പിതാവിനോട് സംസാരിക്കുകയും അങ്ങനെ ഒരുമിച്ച് ധ്യാനം ചെയ്യുവാനുള്ള അനുവാദം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ധ്യാനങ്ങൾ തുടങ്ങി. ധാരാളം ആളുകൾ ധ്യാനത്തിലേക്ക് കടന്നു വരികയും ആ ധ്യാനത്തിൽ അനേകം വിടുതലുകൾ അനേകം മക്കളുകൾ സ്വീകരിക്കുകയും അവരത് അനുഭവിക്കുകയും ചെയ്യുകയും തുടങ്ങി. അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം അനേകം ജനങ്ങളെ യേശുവിലേക്ക് എത്തിക്കുവാനുള്ള ആ വലിയ ശുശ്രൂഷ വരദാനങ്ങൾ ഉപയോഗിച്ചുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ മുന്നോട്ട് പോകുന്ന അവസരത്തിൽ അച്ഛൻ എന്നോട് പറഞ്ഞു, നമുക്കിതൊരു ഗ്രൂപ്പാക്കി മാറ്റണം. അങ്ങനെ കർത്താവിൻ്റെ സ്വാതന്ത്ര്യം അനേകം ജനതകളെ എത്തിക്കണമെന്നുള്ള ആ വലിയ ലക്ഷ്യത്തോടെ ഗലാത്യ 5:1 വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളൊരു ടീം ആരംഭിച്ചു. ആ ടീമിൻ്റെ പേര് ഫ്രീഡം മിനിസ്ട്രി എന്ന് ഞങ്ങൾ പേരിട്ടു. ദൈവികമായ സ്വാതന്ത്ര്യം. അങ്ങനെ ആ സ്വാതന്ത്ര്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഞങ്ങൾ രൂപതയുടെ ധ്യാനകേന്ദ്രത്തിൽ തന്നെ ധ്യാനങ്ങൾ ആരംഭിച്ചു. ആ ധ്യാനം നടത്തുന്നതിനായി പല അനുവാദങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു. പല വൈദികരുടെ സഹായങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു. പല ബ്രദേഴ്സിൻ്റെ സഹായങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു. അങ്ങനെ ആ ശുശ്രൂഷ സ്നേഹത്തിലും ഐക്യത്തിലും മുന്നോട്ട് പോയി. ധാരാളം യുവാക്കളെ നേടണമെന്നുള്ള ആ വലിയ ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിന് എന്ത് ചെയ്യണമെന്ന് പരിശുദ്ധ അമ്മയുടെ മുമ്പിലിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ അമ്മ ഇങ്ങനൊരു പ്രചോദനം തന്നു. ഫ്രീഡം മിനിസ്ട്രിയെ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ ടീം അംഗങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ ടീമിനെ സമർപ്പിക്കുവാനായി ഡയറക്റ്റ് അച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരു കുർബാന ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചു. ഞങ്ങളുടെ ഈ ആഗ്രഹം അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ ഒരു രൂപം വാങ്ങിക്കുക. ആ രൂപത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആ രൂപം നമ്മളുടെ സഹായമായി നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് അച്ഛൻ ഞങ്ങൾ നിർദ്ദേശിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ എറണാകുളത്തെ ഷോപ്പിൽ നിന്നും പരിശുദ്ധ അമ്മയുടെ രൂപം വാങ്ങിക്കുവാനായിട്ട് യാത്ര പുറപ്പെട്ടു. രൂപം വാങ്ങിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ ഞങ്ങൾ വലിയൊരു അത്ഭുതം കണ്ടു. ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ ശക്തിയെ, പരിശുദ്ധ അമ്മയും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ആ സാന്നിധ്യത്തെ ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഞങ്ങൾ യാത്രയിലായിരിക്കുന്ന മധ്യേ ഞങ്ങളുടെ സഹശുശ്രൂഷകൻ ഒരാൾ പറഞ്ഞു, ഇത് അത്ഭുതങ്ങളുടെ റാണിയാണ്. ഈ രൂപം അത്ഭുതങ്ങളുടെ റാണിയാണ്. അനേകരെ അത്ഭുതങ്ങളിലേക്ക് നയിക്കും. അനേകർക്ക് അത്ഭുതങ്ങൾ നൽകും. അനേകർക്ക് വൻ കൃപകൾ ഈ രൂപത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വഴി ലഭിക്കുമെന്ന് ആ സഹോദരൻ പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അത്ഭുതങ്ങളുടെ റാണിയെന്ന് ആ രൂപം ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടെന്ന്, പരിശുദ്ധ അമ്മ അത്ഭുതങ്ങളുടെ റാണിയായി തന്നെ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. അങ്ങനെ ഞങ്ങളുടെ എല്ലാ ധ്യാനങ്ങളിലും ആ രൂപം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഞങ്ങൾ ധ്യാനം തുടങ്ങുമ്പോൾ അത്ഭുതങ്ങളുടെ റാണിയെ പ്രകീർത്തിച്ച്, ആ ഭാഗ്യവതിയെ പ്രകീർത്തിച്ച് ഞങ്ങൾ ധ്യാനങ്ങൾ ചെയ്യുവാനായിട്ട് ആരംഭിച്ചു. പരിശുദ്ധ അമ്മയുടെ ശക്തി ആ രൂപം വെച്ചതിന് ശേഷം ധാരാളം അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കുന്നതായി കാണുന്നു. ഇന്നും ഞാൻ ഓർമ്മിക്കുന്നു, ഒരു സഹോദരിയുടെ പുറകിലുള്ള നട്ടലിൻ്റെ മുകളിലുള്ള വലിയൊരു മുഴ ആ രൂപം കൊണ്ടുവച്ച ആദ്യ ദിവസം തന്നെ മാറിപ്പോകുന്നതായി ഞങ്ങൾ കാണുവാനായിട്ട് സാധിച്ചു. ഫ്രീഡം മിനിസ്ട്രിയിൽ ധാരാളം യുവാക്കൾ കടന്നു വരണമെന്നും ഫ്രീഡം മിനിസ്ട്രി യുവാക്കളുടെ ഇടയിൽ കർത്താവിൻ്റെ സ്വാതന്ത്ര്യം അനേകരിലേക്ക് എത്തിക്കണമെന്നും ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ, ഞങ്ങളുടെ ഈ ടീമിലേക്ക് ധാരാളം യുവാക്കളെ നൽകണമെന്ന്. അങ്ങനെ ഞാനും എൻ്റെ ഒരു സഹോദരനും കൂടെ ആലപ്പുഴയിലെ വഴിച്ചേരിയിലെ ഉണ്ണീശോയുടെ ചാപ്പലിൽ ഞങ്ങൾ പ്രാർത്ഥന ആരംഭിച്ചു. ദിവസവും രാവിലെ മുതൽ ഉച്ചവരെ ഞങ്ങൾ പരിശുദ്ധമായ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് തീരുമാനിച്ചു. അതിൻ്റെ ഫലമായി ധാരാളം യുവാക്കൾ കടന്നു വരികയും ധ്യാനങ്ങളിൽ പങ്കെടുക്കുകയും അങ്ങനെ കർത്താവിൻ്റെ വേലയ്ക്കായി ധാരാളം യുവാക്കൾ കടന്നു വരികയും ഏകദേശം 22ഓളം പേരടങ്ങുന്ന യുവാക്കൾ ഞങ്ങളുടെ ടീമിലേക്ക് കടന്നു വരികയും ചെയ്തു. അങ്ങനെ ധാരാളം യുവാക്കൾ കടന്നു വന്ന് ഞങ്ങളുടെ ശുശ്രൂഷകൾ പല സ്ഥലങ്ങളിലേക്കും വ്യാപിക്കുവാൻ തുടങ്ങി.
അങ്ങനെ പരിശുദ്ധ അമ്മയുടെ കരം ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുവാനായിട്ട് തുടങ്ങി. ധാരാളം ആളുകളെ ആലപ്പുഴയിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ധാരാളം ആളുകളിലേക്ക് എത്തിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. പരിശുദ്ധ അമ്മയുടെ തൃപ്പാദത്തിങ്കൽ ജപമാലയുടെ ശക്തിയുടെ കോട്ടയ്ക്കുള്ളിൽ ധാരാളം മക്കളെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അതിന് ഞങ്ങൾ ആത്മീയ പിതാവായ ഫാദർ എഡ്വേർഡ് പുത്തൻപുരയ്ക്കൽ അച്ഛനോട് ചേർന്ന് അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്തത്. ജപമാല ചൊല്ലി ആലപ്പുഴ മുഴുവൻ അമ്മ ഞങ്ങൾക്ക് നൽകിയ ആ രൂപവുമായി വാഹനത്തിൽ ജപമാല ചൊല്ലി ജെറീക്കോ പ്രാർത്ഥന ഞങ്ങൾ നടത്തി. ഞങ്ങളെല്ലാവരും വാഹനത്തിൽ കയറി പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി ആലപ്പുഴ മുഴുവൻ ചുറ്റി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഫ്രീഡം മിനിസ്ട്രിയിൽ ധാരാളം ആളുകൾ കടന്നു വരികയും കർത്താവിൻ്റെ വിടുതൽ സ്വീകരിക്കുകയും അനേകർ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരികയും അനേകം രോഗശാന്തികൾ ഉണ്ടാകുകയും ക്യാൻസർ, ട്യൂമർ പോലുള്ള വലിയ വലിയ രോഗങ്ങൾ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയാലെ മാറിപ്പോകുന്നതും കണ്ണുകൾ കൊണ്ട് ദർശിക്കുവാനായിട്ട് ഇടയായി. പരിശുദ്ധ അമ്മയുടെ സഹായം വളരെയേറെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയാവുന്നത്, ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മയുടെ തിരുക്കുമാരന് വേണ്ടി ഞാൻ വേല ചെയ്യുമ്പോൾ എനിക്ക് യാതൊരു കുറവും വരുത്തരുതെന്ന്. ആരുടെ മുമ്പിലും കൈനീട്ടുകയോ ആരുടെ മുമ്പിൽ നിന്നും ഒന്നിനും ഒരു കുറവുമില്ലാതെ എന്നെ വളർത്തണമെന്ന്, എന്നെ നയിക്കണമെന്ന് ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു. എനിക്ക് നല്ലൊരു ഭവനം തരണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. ഞാൻ 1 വർഷക്കാലം നല്ലൊരു ഭവനത്തിന് വേണ്ടി പരിശുദ്ധ അമ്മയുടെ മുമ്പാകെ പ്രാർത്ഥിച്ചു. ആ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മ എനിക്ക് നല്ലൊരു ഭവനം തന്ന് അനുഗ്രഹിക്കുകയും അതുപോലെ എൻ്റെ ഭവനത്തിൽ അമ്മ വളരെയേറെ അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയായി. എൻ്റെ അനിയത്തിയുടെ ബ്ലഡ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പൂർണ്ണമായ സൗഖ്യം നൽകുകയും എൻ്റെ ഷുഗർ കൂടുകയും കുറയുകയും ചെയ്യുന്ന ആ അസുഖത്തിനും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയാലെ എനിക്ക് സൗഖ്യം ലഭിക്കുവാനും ഇടയായി. യേശുവിൽ വളരുവാൻ പരിശുദ്ധ അമ്മ എന്നെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. അതിൽ എടുത്തു പറയാവുന്ന 1-2 അനുഭവം ഞാൻ കൂട്ടിച്ചേർക്കുന്നു. ഞാൻ ഒരിക്കൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ പോകവേ അവിടെ പരിശുദ്ധ അമ്മയുടെ വലിയൊരു ദർശനം എനിക്കുണ്ടായി. എനിക്ക് കൈകൊട്ടി ആരാധിക്കുന്നതിലോ ഡാൻസ് കളിച്ച് ആരാധിക്കുന്നതിലോ നൃത്തം ചെയ്ത് ആരാധിക്കുന്നതിലോ വലിയ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ അന്ന് അവിടെ ആരാധന സമയത്ത് എനിക്ക് വലിയൊരു ദർശനമുണ്ടായി. പരിശുദ്ധ അമ്മ തിരുവോസ്തിയുടെ മുമ്പിൽ, കർത്താവിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്ത് ആരാധിക്കുന്നതായി ഞാൻ കണ്ടു. അതായത് മാലാഖമാരുടെ കൂടെ പരിശുദ്ധ അമ്മ വളരെ സന്തോഷവതിയായി കർത്താവിന് മുമ്പിൽ നൃത്തം ചെയ്യുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, പരിശുദ്ധ അമ്മ അങ്ങനെ കർത്താവിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്തെങ്കിൽ മറ്റുള്ള നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്ത് ആരാധിക്കണമെന്നുള്ള ആ വലിയ ബോധ്യം എനിക്ക് അവിടെ നിന്ന് ലഭിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ധ്യാനങ്ങളിൽ നൃത്തം ചെയ്ത് കർത്താവിനെ ആരാധിക്കണമെന്നുള്ള ശൈലിയിലേക്ക് ഞാൻ കൊണ്ടുവന്നു. അനേകരെ യുവാക്കളെയെല്ലാം കർത്താവിന് മുമ്പിൽ നൃത്തം ചെയ്ത് ആരാധിക്കുന്നത് ഞാൻ പ്രചോദിപ്പിച്ചു. അതുവഴി ധാരാളം മക്കൾക്ക് വിടുതൽ ലഭിക്കുകയും അനേകർ യേശുവിലേക്ക് കടന്നു വരുന്നത് കാണുവാനും ഇടയായി. പരിശുദ്ധമ്മ എനിക്ക് തന്ന മറ്റൊരു ബോധ്യമാണ് യേശുവിനെ നമ്മളുടെ കൂടെ നടക്കുന്ന വ്യക്തിയായി കാണുവാൻ അല്ലെങ്കിൽ അത് അനുഭവിക്കുവാൻ പരിശീലിക്കുക എന്നത്. ഞാൻ എൻ്റെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയോട് ഒരു കാര്യം പറയുമ്പോൾ ആ വ്യക്തിക്ക് അത് ആ അടുത്ത നിമിഷം തന്നെ ആ വ്യക്തിയുടെ ചെവിയിൽ അത് കേൾക്കുന്നത് പോലെ തന്നെ യേശു കേൾക്കുമെന്നും, ഞാൻ ഒരു വാക്ക് പറയുമ്പോൾ യേശുവിനത് മനസ്സിലാകുമെന്നും, യേശു ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും തിരിച്ചും ആ മറുപടി മറ്റുള്ള വ്യക്തികൾ നമ്മളോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുമെന്നും റെസ്പോണ്ട് ചെയ്യുമെന്നും പരിശുദ്ധ അമ്മ എന്നെ പഠിപ്പിച്ചു. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ച് യേശുവിലേക്ക് അനേകം തവണ പരിശുദ്ധ അമ്മ എന്നെ നയിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് തന്നെ എന്നെ പഠിപ്പിക്കുവാനിടയായി. ഒരു ദിവസം ധ്യാനത്തിൽ പരിശുദ്ധ അമ്മയുടെ ക്ലാസ്സിന് തൊട്ട് മുമ്പ് അമ്മയെക്കുറിച്ച് ഞാൻ എന്ത് പഠിപ്പിക്കുമെന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ എനിക്ക് വലിയൊരു ഉൾക്കാഴ്ച തന്നു. അതിങ്ങനെയായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 39 മുതലുള്ള തിരുവചനങ്ങൾ. അതിൽ നാം ഇങ്ങനെ വായിക്കുന്നു: പരിശുദ്ധ അമ്മ തിടുക്കത്തിൽ എലിസബത്തിൻ്റെ വീട്ടിൽ പോയ ആ സംഭവം. അമ്മ തിടുക്കത്തിൽ യാത്ര ചെയ്ത് പുറപ്പെട്ട് ഭവനത്തിലെത്തുന്ന ആ രംഗം വായിച്ചപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു, അമ്മ ഓരോ ഭവനങ്ങളിലും തിടുക്കത്തിലെത്തുന്ന ആളാണെന്ന്. അങ്ങനെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. അമ്മ തിടുക്കത്തിൽ എല്ലാ ഭവനങ്ങളിലേക്കും കടന്നു ചെല്ലുമെന്ന്. അവിടെ കടന്നു ചെന്നാൽ അമ്മ അവിടെയുള്ള വ്യക്തികളെയെല്ലാം അഭിവാദനം ചെയ്യുമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ആ അഭിവാദനത്തിൻ്റെ സ്വരം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ
ശിശു കുതിച്ചു ചാടിയതുപോലെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതുപോലെ നമ്മളും പരിശുദ്ധ അമ്മയെ നമ്മുടെ വീട്ടിൽ സ്വീകരിക്കുമ്പോൾ അമ്മ തിടുക്കത്തിൽ കടന്നു വരികയും നമ്മളെല്ലാവരെയും അഭിവാദനം ചെയ്യുകയും ബഹുമാനിക്കുകയും അമ്മയുടെ ആ സ്വരം നമ്മൾ കേൾക്കുമ്പോൾ, ആ അഭിവാദനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മളും പരിശുദ്ധാത്മാവിനാൽ നിറയുമെന്നുള്ള ആ വലിയ ഉൾക്കാഴ്ച അമ്മ എനിക്ക് തന്നു. നമുക്കും എല്ലാവർക്കും പരിശുദ്ധ അമ്മയോട് കൂടെ പരിശുദ്ധ ആത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധ അമ്മയോട് കൂടെ നമുക്കും ജീവിക്കാം.